വീടുപണി നടക്കുമ്പോൾ എത്ര ഉള്ളവനും ഇല്ലാത്തവനും ഒന്ന് ഞെരുങ്ങും. കഴിയുന്നത്ര പിടിച്ചു ചിലവാക്കാൻ ശ്രദ്ധിക്കുന്ന പ്രധാന സമയമാണ് വീട് പണിയുന്ന സമയം. അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വീട്ടമ്മ ലോറിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കണ്ടതാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങളിൽ മിക്കവരും അത് കണ്ടിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി ഒന്ന് പറയണമെന്ന് തോന്നി. മുൻ കേന്ദ്രീയ വിദ്യാലയം അധ്യാപികയും SIയുടെ ഭാര്യയുമായ വെഞ്ഞാറമൂട് സ്വദേശി പ്രിയയുടെ വീടുപണി നടക്കുകയാണ്. ഭർത്താവ് മലപ്പുറത്ത് SI ആണെന്നതിനാൽ കാര്യങ്ങൾ ഒറ്റയ്ക്കാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോഴാണ് പതിവ് മോഡയുമായി CITU തൊഴിലാളികൾ എത്തുന്നത്. ലോഡ് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് CITU തൊഴിലാളികളുമായുള്ള തർക്കത്തെ തുടർന്ന് SIയുടെ ഭാര്യ ഒറ്റയ്ക്ക് ലോഡ് ഇറക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഒറ്റയ്ക്ക് വാഹനത്തിൽ നിന്നും 150 തറയോടുകൾ ഇവർ ഇറക്കിയത്. വീട് നിർമ്മാണത്തിന് കൊണ്ടുവന്ന തറയോടുകൾ ഇറക്കുന്നതിന് സമീപത്തെ CITU തൊഴിലാളികൾ അമിത കൂലി ചോദിച്ചെന്നാണ് പ്രിയ പ്രതികരിക്കുന്നത്. തച്ചോണ മുസ്ലിം പള്ളിക്ക് സമീപത്തു നിന്നും കിളിമാനൂർ റോഡിൽ ഇവർ ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്. വെഞ്ഞാറമൂടിൽ നിന്നാണ് തറയോടുകൾ കൊണ്ടുവന്നത്. രാത്രി വീടിന് മുന്നിൽ ടൈൽസുമായി ലോറി എത്തിയപ്പോൾ ഇറക്കുന്നതിന് തൊഴിലാളികൾ കൂടുതൽ തുക ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം തുടങ്ങിയത്. വീടിന്റെ കോമ്പൗണ്ടിൽ വാഹനം കയറ്റിയെങ്കിലും തറയോടുമായി എത്തിയ വാഹനത്തിലെ ജീവനക്കാരെ കൊണ്ട് പ്രദേശവാസികളായ തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ സമ്മതിച്ചില്ല. വീടിന്റെ കോമ്പൗണ്ടിൽ വാഹനം കയറ്റി പ്രിയയും ഭർത്താവും വേണമെങ്കിൽ ലോഡ് ഇറക്കട്ടെ എന്നും മറ്റൊരാളും ലോഡ് ഇറക്കാൻ പാടില്ല എന്നുമാണ് തൊഴിലാളികൾ ശഠിച്ചത്. ഇതോടെ വീടിന്റെ കോമ്പൗണ്ടിൽ കയറ്റിയ വാഹനത്തിൽ നിന്നും പ്രിയ ഒറ്റയ്ക്ക് തറയോടുകൾ ഇറക്കുകയായിരുന്നു. ഇവർ സ്വന്തമായി ലോഡ് ഇറക്കി തീരുന്നതുവരെ തൊഴിലാളികൾ ഗേറ്റിന് സമീപത്തു നിന്നും അത് വീക്ഷിക്കുകയും ചെയ്തു. വനിതാ പഞ്ചായത്ത് അംഗവും സ്ഥലത്തുണ്ടായിരുന്നു. പ്രിയ അറിയിച്ചത് പ്രകാരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരും എത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും പ്രിയ ലോഡ് മുഴുവൻ ഇറക്കി കഴിഞ്ഞിരുന്നു. പ്രിയയുടെ ഭർത്താവ് AV വിനോദ് മലപ്പുറത്ത് SI ആണെന്നതിനാൽ അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. വെഞ്ഞാറമൂടിൽ വെച്ച വാഹനത്തിലേക്ക് കയറ്റാൻ തുടങ്ങിയ കൂലിയേക്കാൾ കൂടുതലാണ് തൊഴിലാളികൾ ചോദിച്ചത് എന്നാണ് പ്രിയയുടെ ആരോപണം. എന്നാൽ ഒരു തറയോടിന് 2 രൂപ വെച്ച് 300 രൂപ കൂലി മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും കോൺഗ്രസ് പ്രവർത്തക കൂടിയായ ഇവർ രാഷ്ട്രീയ വിരോധത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ് എന്നും CPI CITU നേതാക്കൾ പറയുന്നു. ഇവിടെ വീട് നിർമ്മാണത്തിന് സാധനങ്ങൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മുൻപും നടന്നിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമാണ് പ്രദേശത്ത് ഇത്തരം ലോഡ് വരുന്നത് എന്നും അമിത കൂലി ആവശ്യപ്പെടാറില്ല എന്നും പഞ്ചായത്ത് അംഗവും പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളവരിൽ കൂടുതലും പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർ സാധാരണ ഇറക്കുന്ന കൂലി മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്നും പഞ്ചായത്ത് അംഗം പ്രതികരിക്കുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ ന്യായം എന്തുതന്നെ ആയാലും ചുവടെ ഇറക്കുന്ന തൊഴിലാളികളിൽ നിന്നും പൊതുവെയുള്ള മനോഭാവം വെച്ചുകൊണ്ട് തന്നെ പ്രിയയുടെ പക്ഷം ചേർന്ന് നിൽക്കാനാണ് ഭൂരിഭാഗവും ഇഷ്ടപ്പെടുന്നത്. പലയിടത്തും ഇത്തരം തൊഴിലാളികൾ ഇതൊക്കെ അവരുടെ അവകാശമാണെന്ന് ശഠിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കുറച്ചൊന്നുമല്ല. ജനങ്ങളല്ലേ, സഹികെടുമ്പോൾ തിരിച്ചൊന്ന് പ്രതികരിച്ചെന്ന് വരും. അതിങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം.